തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള മടക്കയാത്രയിൽ സംഭവിച്ചത്. നമ്മൾ താമസിച്ച റൂമിൽ നിന്ന് MGR റെയിൽവേ സ്റ്റേഷനിലേക്ക് വലിയധികം ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യം ഒരു സമയം ചാർട്ട് ചെയ്ത് ഇറങ്ങിയതാണ്. ഓട്ടോയ്ക്ക് അകത്തിരുന്ന് ദൂരേക്ക് നോക്കുക റെയിൽവേ സ്റ്റേഷന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണാൻ പറ്റുമോ എന്ന്. കാരണം സമയം ഒട്ടുമില്ല. ഏകദേശം ട്രെയിൻ പുറപ്പെടേണ്ട സമയത്തിന് ഒരു 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ട്രാഫിക് ബ്ലോക്ക് മാത്രമല്ല പറ്റിയ പ്രശ്നം, ട്രെയിൻ ദൂരെ നിന്ന് വരുന്നതാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ചെന്നൈ സെൻട്രലിൽ നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഷാർപ്പ് ടൈമിൽ എടുക്കും. കൃത്യസമയമായി. ഏതാണ്ട് 1 മിനിറ്റിൽ താഴെ മാത്രമേ ട്രെയിൻ എടുക്കാനുള്ളൂ. ഈ ട്രെയിനിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ സ്റ്റേ ചെയ്യണം. മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 10 ദിവസത്തോളമായി. ശരിക്കും മടുത്തു. എങ്ങനെയെങ്കിലും നാട്ടിൽ ചെന്ന് നാട്ടിലെ ഫുഡും കഴിച്ച് നാട്ടിലെ വെള്ളത്തിലൊന്ന് കുളിക്കണം എന്ന ലക്ഷ്യമാണ് മെയിൻ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടുപിടിച്ച് ചെന്നപ്പോൾ കറക്റ്റ് ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ഓട്ടമായിരുന്നു. അവള് കയറിയത് വേറൊരു ബോഗില്, ഞാൻ കയറിയത് വേറൊരു ബോഗില്. അവള് കയറിയത് എന്തായാലും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ, ഞാൻ കയറിയത് ജനറലിൽ വരുന്നു. ഇതിലാണെങ്കിൽ ഒരു ലോഡ് ആള്, ഒരു ഷൂജ് കുത്താൻ പോലുള്ള ഇടയില്ല. ബാത്റൂമിന്റെ മുന്നിൽ ഒരു നിൽപ്പായി. ഞാൻ അവരുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചു. അവരുടെ അവസ്ഥ എന്താവോ ഫോൺ വിളിച്ചപ്പോൾ സേഫാന്നാണ് പറഞ്ഞത്. ട്രെയിനിന് പുറകെ ഓടുന്നതിനിടയ്ക്ക് കുഞ്ഞ് എന്റെ കയ്യിലായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ കൈമാറി അമ്മുന്റെ കയ്യിലായി. എന്തായാലും ഒരു കണക്കിന് നന്നായി. എന്റെ കമ്പാർട്ട്മെന്റിൽ ഒന്ന് കുഞ്ഞിന് ഇരിക്കാൻ പോലും ഉള്ള ഇടയിലായിരുന്നു. ഇവിടെ എന്തായാലും ഇവർക്കൊരു കോണിൽ ചെറിയൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിന് അടുത്ത സ്റ്റേഷനിൽ എത്തണമെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഓടണം. സ്റ്റേഷനിൽ എത്തിയാലാകട്ടെ 2 മിനിറ്റിൽ താഴെ മാത്രമേ സമയമുള്ളൂ. ഏതാണ്ട് ഒരു 3-4 ബോഗി നമുക്ക് കവർ ചെയ്താലാണ് നമ്മുടെ ബോഗി എത്തുന്നത്. ചെറിയ തോതിൽ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ലഗേജ് എടുക്കണം, കുഞ്ഞിനെ എടുക്കണം, ഓടി കറക്റ്റ് സ്ഥലത്ത് ചെല്ലുകയും വേണം. ഇല്ലെങ്കിൽ വീണ്ടും 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേഷൻ. വീണ്ടും ഇതേ അവസ്ഥ തുടരേണ്ടി വരും. മനുഷ്യരുടെ ഉള്ളിൽ നന്മ പറ്റിയിട്ടില്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബ്രോ. ഞങ്ങൾ വെറുതെ പരിചയപ്പെട്ടതാണ്. അപ്പൊ പറഞ്ഞു വന്നപ്പോൾ വൈഫും കുഞ്ഞൊക്കെ പുറകിലുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ആളാണ്, എങ്കിലും സാരമില്ല, എവിടെയാണ് ബാഗും ലഗേജ് ഒക്കെ ഞാനും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റ് ആകും, ബോഗി കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഞങ്ങളുടെ കൂടെ വന്നു. സത്യം പറഞ്ഞാൽ ജസ്റ്റ് പരിചയപ്പെട്ടതുള്ളായിരുന്നു. ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു ബാഗുമായിട്ട് ഇനി ഓടുവോന്നുമല്ലോ. പക്ഷെ എന്തായാലും അമ്മുന്റേത് ബാഗും മേടിച്ച് ആള് ഞങ്ങളുടെ ഒപ്പം ഓടി കേട്ടോ. ഇത്രയും വലിയ ടെൻഷൻ പിടിച്ചൊരു സമയത്ത് വീഡിയോ എടുക്കാൻ കാണിച്ച് എന്റെ മനസ്സിനെ ഞാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 2 പേരുടെ പുറകെ 3ാമനായിട്ട് ഞാനും ഓടി. ഈ ബ്രോയുടെ പേര് പോലും ശരിക്കും എനിക്കറിയില്ല. കാരണം അത് ചോദിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ജസ്റ്റ് ഇറങ്ങുന്നതിന് ഈ സ്റ്റോപ്പ് എത്തുന്നതിന് ഒരു 2 മിനിറ്റ് മുൻപ് ആളെ പരിചയപ്പെട്ടത്. പക്ഷെ ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച ആ മനസ്സ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജീവിതത്തിൽ വളരെ റെയറായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടുകയുള്ളൂ. എന്തായാലും നല്ലത് മാത്രം വരുത്തിട്ട് ആ ബ്രോയ്ക്ക്. നേരെ ട്രെയിനിന്റെ ഉള്ളിലേക്ക് സീറ്റും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ചു. ഒന്ന് സെറ്റിലായി ഇരുന്നപ്പോഴത്തേക്കാണ് ദേ ഈ ഒരു ബ്രോ വന്നത്. നമ്മൾ കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കയറേണ്ടതായിരുന്നു. TT വന്ന് നോക്കിയപ്പോൾ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിനി വരില്ല എന്ന് ഓർത്ത് ഇയാൾക്ക് ഈ സീറ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആളങ്ങനെ സീറ്റൊക്കെ തപ്പി വന്നപ്പോഴാണ് നമ്മൾ വന്നത്. നമ്മൾ കാര്യം പറഞ്ഞു, കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കയറിയതായിരുന്നു, ബാക്കിലായിരുന്നു, പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ബ്രോ സോറി എന്നൊക്കെ പറഞ്ഞ ആള് പോയി. ഞങ്ങൾ രണ്ടുപേരും സീറ്റിലിരുന്ന് പിന്നെ ഓരോ കഥകൾ പറയാൻ തുടങ്ങി. അവരുടെ ബോഗിലെ കഥയും എന്റെ ബോഗിലെ കഥയും എല്ലാം പറഞ്ഞു. ശരിക്കും ഒരു സന്തോഷം. കാരണം ആ ചെറിയ മൊമെന്റിലേക്ക് നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒന്നിച്ചൊരു എന്താ പറയാ, അങ്ങനെ തോന്നില്ലേ നമുക്ക് ചില സിറ്റുവേഷൻസിൽ. അതുപോലെ ഈ ഒരു ചായക്കാരൻ്റെ ഓരോ ചായയും കുടിച്ച് യാത്ര തുടർന്നു. അശോകന് ക്ഷീണമാകാമെന്നും പറഞ്ഞ് യായുവിനെ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ആള് ചെറുതായിട്ടൊന്ന് മയങ്ങാൻ തുടങ്ങുന്ന കാഴ്ചയാണ്. ശേഷം നമ്മൾ നേരത്തെ മേടിച്ച ഫുഡ് അല്പം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തു. ആ ഫുഡും കഴിച്ചതിന് ശേഷം പയ്യെ കിടക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഓവർനൈറ്റ് യാത്ര മാത്രമാണുള്ളത്. വെളുപ്പിന് 5 മണിയാകുമ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്തായാലും ട്രെയിൻ കൃത്യസമയത്ത് തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരെ ട്രെയിനിന് പുറത്തേക്ക്. എന്റെ സുഹൃത്തുക്കളാണ് കൂട്ടാൻ വരാമെന്ന് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ ആൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഞങ്ങൾ നേരെ ആളുടെ അടുത്തേക്ക്. കൂടെ വരാമെന്ന് ഏറ്റിരുന്ന മറ്റൊരു സുഹൃത്ത് നൈസായിട്ട് തേച്ചു. അതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഈ ഒരു സമയത്ത് ഡ്രൈവ് ചെയ്ത് വരേണ്ടി വന്നു. പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ പാലായിക്ക്. ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ ടൗണിൽ വേറെ കടകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഓടിച്ചിട്ടൊന്ന് നോക്കി. ശേഷം നമ്മൾ ഈ ഒരു കടയിലാണ് കയറിയിരിക്കുന്നത്. പാലാ സെന്റ് തോമസ് സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള ഒരു കുഞ്ഞു കടയാണ്. ഇവിടുന്ന് 2 ദോശ വീതം കഴിച്ച് നേരെ വീട്ടിലേക്ക്.